നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഘോഷയാത്രാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടത് ദുര്യോധനൻ പ്രായോപവേശം എന്ന് പറയുന്ന ഒരു വ്രതമെടുത്ത്, അതായത് പട്ടിണി കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിനുള്ള കാരണങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. പാതാളത്തിൽ ഉണ്ടായിരുന്ന ദൈത്യന്മാര്, അവരെ രൗദ്രന്മാർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദേവന്മാരെ പേടിച്ചിട്ട് പാതാളത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന അസുരന്മാരായിരുന്നു. അവരെ ഒരു യാഗം നടത്തി അതിൽ നിന്ന് കൃത്യ എന്ന് പറയുന്ന ഒരു ദേവതയുണ്ടായി. ആ ദേവത വന്നിട്ട് ആരും അറിയാതെ ദുര്യോധനെ പാതാളത്തിലേക്ക് എത്തിച്ചു. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. അപ്പൊ പാതാളത്തിലേക്ക് ദുര്യോധനൻ എത്തിയതറിഞ്ഞിട്ട് ഈ രൗദ്രന്മാരെല്ലാവരും കൂടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവന് ചുറ്റും കൂടി. അവര് വളരെ ആഹ്ലാദത്തോടു കൂടിയിട്ട് അവനെ കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷം അറിയിച്ചു. ശേഷം അവരെ ചുറ്റിനു വരുന്ന അവനോട് സംസാരിക്കാൻ വേണ്ടി അവർ ചോദിച്ചു, നീ എന്തിനാണ് പ്രായോപവേശം ചെയ്യുന്നത്? നീ എന്തൊരു മണ്ടത്തരമാണ് ചെയ്യുന്നത്? നീ എങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശത്രുക്കളെല്ലാവരും അതോർത്ത് സന്തോഷിക്കില്ലേ? ആത്മത്യാഗം ചെയ്യുക എന്ന് പറയുന്നത് ഒരു തീർന്നു ചേർന്ന പ്രവൃത്തിയല്ല. അതുകൊണ്ട് നീ ആ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്മാറണം. നിനക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിനക്ക് പാണ്ഡവരെ ജയിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഞങ്ങൾ പറയുന്ന കേട്ടിട്ട് നിന്റെ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും നീ പിന്മാറണം. നിന്റെ ജനനം ഞങ്ങളുടെ തപസ് കൊണ്ടാണ് സംഭവിച്ചത്. ഞങ്ങൾ ശിവഭഗവാനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയത് കൊണ്ടാണ് നീ ജനിച്ചത്. നിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കില്ല. അങ്ങനെ ഒരു രഹസ്യം നിന്റെ ശരീരത്തിനുണ്ട്. അത് ഞങ്ങളിപ്പോൾ പറഞ്ഞു തരാം. നിന്റെ നാഭി മുതൽ മുകളിലോട്ടുള്ള ഭാഗം മുഴുവനും നിർമ്മിച്ചിട്ടുള്ളത് വജ്രം കൊണ്ടാണ്. അതിനെ ഒരു ആയുധം കൊണ്ട് തകർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ നാഭിക്ക് താഴോട്ടുള്ള ഭാഗം പുഷ്പസമാനമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് ദേവിയുമാണ് നിർമ്മിച്ചത്. ഈശ്വരനും ദേവിയും കൂടി ചേർന്നിട്ടാണ് നിന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശത്രുക്കൾക്കാർക്കും നിന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഈ സത്യം നീ മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ ഭഗദത്തൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. അവൻ അസുരന്റെ പുനർജന്മമാണ്. അവൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അനേക അസുരന്മാര് ഈ ലോകത്തിലെ മനുഷ്യരായിട്ട് ജന്മമെടുത്തിട്ടുണ്ട്. അവരെല്ലാവരും യുദ്ധത്തിൽ നിന്നെ ക്കാൻ വേണ്ടിയിട്ട് നിന്നോടൊപ്പം ഉണ്ടാവും. താരകാസുരന്റെ ആത്മാവ് കർണനെ ആവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ഇനി അർജുനനോടുള്ള വൈരാഗ്യം 10 മടങ്ങായിട്ട് വർദ്ധിക്കും. അർജുനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ധൈര്യവും ബലവും അവന് കിട്ടാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല ദുര്യോധന. പാണ്ഡവന്മാരെ നിനക്ക് വധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിന്റെ കൂട്ടത്തിലുള്ള ബന്ധീനങ്ങളായിട്ടുള്ള ഭീഷ്മരുടെയും കൃപരുടെയും ദ്രോണരുടെയും ഒക്കെ ശരീരത്തില് ഞങ്ങൾ അസുരന്മാരുടെ ആത്മാക്കളെ ആവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ദുഷ്ടബുദ്ധി കൂടുതലായിട്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ പിന്നെ അവർക്ക് പാണ്ഡവരോടുള്ള പഴയ പോലുള്ള സ്നേഹമില്ലാതിരിക്കുകയും ചെറിയ കാര്യത്തിന് പോലും അവർക്ക് പാണ്ഡവരോട് വൈരാഗ്യം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് അവര് നിനക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും. അവര് നിനക്ക് വേണ്ടിയിട്ട് പാണ്ഡവരെ കൊല്ലാൻ പോലും തയ്യാറാവും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് യുദ്ധത്തിന് തയ്യാറായിട്ടിരുന്നുള്ളൂ. ഈ കഥകളെല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ദുര്യോധനന് വീണ്ടും ആത്മവിശ്വാസം കൂടി. പാണ്ഡവരെ തോൽപ്പിക്കാം എന്നുള്ള ഒരു വിശ്വാസം എവിടെയോ അവന്റെ മനസ്സിൽ വീണ്ടും വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. രൗദ്രന്മാരെല്ലാവരും കൂടി അനുഗ്രഹിച്ച് ദുര്യോധനെ വീണ്ടും തിരിച്ച് അവന്റെ ശയ്യാഗ്രഹത്തിൽ കൊണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കൃത്യയോട് കൽപ്പിച്ചു. കൃത്യ നിമിഷ നേരം കൊണ്ട് ദുര്യോധനെ അവിടെ കൊണ്ടുവന്ന് കിടത്തി. ദുര്യോധനൻ രാത്രിയിൽ ഉണർന്നു കഴിഞ്ഞപ്പോൾ താൻ കണ്ടതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. ആ സ്വപ്നത്തിൽ കണ്ടതുപോലെയാണ്. പാതാളത്തിൽ ചെന്നതും രൗദ്രന്മാരുമായിട്ട് സംസാരിച്ചതുമൊക്കെ ഒരു സ്വപ്നം കണ്ടതുപോലെയാണ് ദുര്യോധനെ അനുഭവപ്പെട്ടത്. ഇതിനോടൊപ്പം തന്നെ രൗദ്രന്മാര് ദുര്യോധനോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനേകം ശക്തരായിട്ടുള്ള അസുരന്മാര് അവരെ സംശപ്തകന്മാർ എന്നുള്ള പേരില് ഇവിടെ ക്ഷത്രിയന്മാരായിട്ട് ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അസുരഗുണം നിറഞ്ഞവർ ശക്തരായിട്ടുള്ള ആൾക്കാരുമാണ്. യുദ്ധത്തിൽ അവരെല്ലാവരും നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇതെല്ലാം ഓർത്തുകൊണ്ട് ഉണർന്നു വന്ന സമയത്ത് കർണൻ അവന്റെ മനസ്സ് താരകാസുരന്റെ ആത്മാവ് ആവേശിച്ചതിനാൽ കൂടുതൽ ക്രൗര്യമുള്ളതായി തീർന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയും അർജുനെ വധിക്കണം എന്നുള്ള ചിന്ത അവന്റെ ഉള്ളിൽ കൂടുതലായിട്ട് നിറഞ്ഞു നിന്നിരുന്നു. സമയത്ത് തന്റെ മിത്രത്തിനെ ആ ദർഭപ്പുല്ല് വരിച്ചിരുന്ന വിരിയിൽ നിന്നും എഴുന്നേൽപ്പിച്ചിട്ട് കർണൻ പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, എനിക്ക് അർജുനെ വധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങ് ധൈര്യമായിട്ടിരിക്കും.
എനിക്ക് അവനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുണ്ട്, അങ്ങേക്ക് ഈ ലോകം കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുണ്ട്. ഇങ്ങനെ വെറുതെ ആത്മത്യാഗം ചെയ്ത് കളയേണ്ടതല്ല അങ്ങയുടെ ജന്മം. അങ്ങനെ കർണന്റെ ഉറപ്പും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ദുര്യോധനന്റെ മനസ്സിനുണ്ടായിരുന്ന നിരാശയും അപമാനവും ഒക്കെ പതിയെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനോടൊപ്പം തന്നെ തന്റെ അഞ്ജനായിട്ടുള്ള ദുശാസനോടുള്ള സ്നേഹവും ഒക്കെ കൂടുതലായിട്ട് ദുര്യോധനന്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് തന്റെ ദുഷ്ടബുദ്ധി ഉണർന്ന ദുര്യോധനൻ പാണ്ഡവരെ തോൽപ്പിക്കാം എന്നുള്ള വ്യാമോഹം വീണ്ടും അവന്റെ മനസ്സിൽ ശക്തിയായിട്ട് ഉദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അപമാനവും പരാജയവും എല്ലാം മറന്നിട്ട് അവൻ പടകളെയെല്ലാം വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ദുശാസനോട് കൽപ്പിച്ചു. അങ്ങനെ ദുശാസനൻ അവന്റെ ചിങ്ങിപ്പോയ പടകളെ എല്ലാവരെയും അവിടേക്ക് വിളിച്ചു കൂട്ടി. ഗംഗാജലം ഒഴുകി വരുന്നത് പോലെ ആ വലിയ പട അവന്റെ മുമ്പിൽ വന്നു നിന്നു. ആ പടകളെ എല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ദുര്യോധനന് വീണ്ടും ആത്മവിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. തനിക്ക് ഇവരെയൊക്കെ ഉപയോഗിച്ചിട്ട് തനിക്ക് വീണ്ടും പാണ്ഡവരെ കീഴ്പ്പെടുത്താം എന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ ശക്തമായി വന്നു. അങ്ങനെ വീണ്ടും ദുർബുദ്ധിയോട് കൂടിയിട്ടുള്ള ആത്മവിശ്വാസം ദുര്യോധനന്റെ മനസ്സിൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ജനമേജയൻ വീണ്ടും വൈശമ്പായനോട് ചോദിക്കുകയാണ്, പാണ്ഡവർ കാട്ടിൽ കഴിഞ്ഞിരുന്ന സമയത്ത് കൗരവർ ചെന്ന് അവിടെ ചെന്നിട്ട് ഗന്ധർവന്മാരാലൊക്കെ തോൽപ്പിക്കപ്പെട്ട ആ സമയങ്ങളിലൊക്കെ ഭീഷ്മപിതാമകനും ബാക്കിയുള്ള കൗരവ ശ്രേഷ്ഠന്മാരുമൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിനെക്കുറിച്ചിട്ട് അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറയും. വൈശമ്പായൻ അപ്പം അതിനെ അവരെ കുറിച്ചിട്ടൊക്കെ പിന്നീട് പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഹസ്തിനാപുരിയിൽ തിരികെ എത്തിയ ദുര്യോധനന്റെ അടുത്ത് ഭീഷ്മപിതാമകൻ ചെന്നിട്ട് പറഞ്ഞു, ഉണ്ണി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് പോകണ്ടെന്നുള്ള കാര്യം. നീ ഞങ്ങളുടെ എല്ലാവരുടെയും വാക്ക് തെറ്റിച്ചിട്ടാണ് പാണ്ഡവരുടെ അടുത്തേക്ക് വെറുതെ പോയത്. നിനക്ക് അവിടുത്തെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇതിൽ പല ഒരു ലജ്ജ ഒരാളുടെ മനസ്സ് വരാൻ വേണ്ടിയിട്ടില്ല. നിന്റെ അഹങ്കാരവും നിന്റെ കൂട്ടത്തിലുള്ളവരുടെ ദുർബുദ്ധിയും കൊണ്ടാണ് നിനക്ക് ആ ഗതി വന്നു ചേർന്നത്. പാണ്ഡവരെ ശൗര്യത്തിന്റെ കാര്യത്തിലും ധർമ്മത്തിന്റെ കാര്യത്തിലും ബലത്തിന്റെ കാര്യത്തിലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോൾ നിനക്ക് ഉറപ്പായില്ലേ? നിന്നെ തോൽപ്പിച്ച ആ ഗന്ധർവന്മാർ പോലും പാണ്ഡവരുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് നീ നല്ല ബുദ്ധി തോന്നി അവരുമായിട്ട് സന്ധി ചേർന്ന് അവർക്ക് വേണ്ട രാജ്യത്തിന്റെ പകുതി കൊടുക്കുന്നതാണ് നിന്റെ ഭാവിക്ക് നല്ലത്. നീ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദുർബുദ്ധി വർദ്ധിച്ച ദുര്യോധനൻ ഒരു പുച്ഛത്തിലുള്ള ഒരു ചിരി മാത്രം ചിരിച്ച് പിന്നെ ഒന്നും പറയാതെ അവിടെ നിന്നും കർണനും ദുശാസനും ശകുനിയും ഒത്ത് ഭീഷ്മ പിതാമകന്റെ മുമ്പിൽ നിന്നും പോയി. ഭീഷ്മ പിതാമകനെ അതിയായിട്ടുള്ള അപമാനത്താൽ കുനിഞ്ഞ ശിരസുമായിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ദുര്യോധനന്റെ ഈ ഒരു അവഗണന വലിയൊരു അപമാനമായിട്ടാണ് പിതാമകന് അനുഭവപ്പെട്ടത്. ഭീഷ്മർ പോയതിനു ശേഷം മന്ത്രിമാരായിട്ടുള്ള കർണനോടും ദുശാസനോടും ശകുനിയോടും കൂടി ചേർന്നിരുന്നിട്ട് ദുര്യോധനൻ വീണ്ടും ചർച്ച ആരംഭിച്ചു. നമുക്കിനിയും വീണ്ടും ശ്രേയസ് തിരിച്ചെടുക്കണം, നമ്മളുടെ പ്രശസ്തി ലോകമെങ്ങും പരക്കണം. അങ്ങനെ നമ്മുടെ ഈ പരാജയത്തിന്റെ കഥ ജനങ്ങളെല്ലാം മറക്കണം. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കർണൻ പറഞ്ഞു, ഭഗവാനെ, പ്രിയപ്പെട്ട ദുര്യോധന, അങ്ങയുടെ പിതാമകനായിട്ടുള്ള ഭീഷ്മർ അദ്ദേഹം എപ്പോഴും അങ്ങയെ ഇകഴ്ത്തുകയും പാണ്ഡവരെ പുകഴ്ത്തുകയും മാത്രമാണ് ചെയ്യുന്നത്. അങ്ങയുടെ ആത്മവിശ്വാസം തകർക്കൽ മാത്രമാണ് പിതാമകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ പിതാമകന്റെ രീതികളോട് എനിക്ക് തീരെ യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എപ്പോഴും എന്തിനാണ് ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇയാളിങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്? ഭീഷ്മർ വന്നിട്ട് ഭഗവാനെ നിന്ദിക്കുന്നതും പാണ്ഡവരെ പുകഴ്ത്തുന്നതും ഇനിയും എനിക്ക് കേട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കയില്ല. അങ്ങയുടെ ശ്രേയസ് എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് അങ്ങ് എന്നെ ഒരു കാര്യം അനുവദിക്കണം. അങ്ങയുടെ പടയും അങ്ങയുടെ ആയുധങ്ങളും എല്ലാം എനിക്ക് വിട്ടുതരണം. അങ്ങേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ദിഗ്വിജയം നടത്തിയിട്ട് തിരിച്ചു വരാം. ഈ പാണ്ഡവരെ എല്ലാവരും കൂടി ചേർന്നിട്ട് കീഴടക്കിയ നാടുകളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് പോയി കീഴടക്കിയിട്ട് വരാം. അങ്ങനെ അങ്ങേക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്ത് ഈ ലോകത്തെ മുഴുവനും കീഴടക്കാം. അങ്ങ് അതിനുള്ള അനുവാദം തരണം, ആജ്ഞാപനം അങ്ങ് പുറപ്പെടുവിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ സ്നേഹത്തോടു കൂടിയിട്ട് തന്റെ ആത്മമിത്രമായിട്ടുള്ള കർണനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ പറഞ്ഞതാണ് കർണ ശരിയായിട്ടുള്ള മാർഗം. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയാണ്, നീ ദിഗ്വിജയത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കും. ദുര്യോധനൻ തന്റെ വലിയ പടയെയും എല്ലാ സന്യാസങ്ങളും കൂടി കർണന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഇതിനുശേഷം ദിഗ്വിജയത്തിനായിട്ടുള്ള പൂജകളും ഒക്കെ നടത്തി നല്ല മുഹൂർത്തം നോക്കി കർണൻ വലിയൊരു പടയോട് കൂടിയിട്ട് ലോകം മുഴുവനും വിജയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. ദിഗ്വിജയത്തിന് ഇറങ്ങിയ കർണൻ ആദ്യം പോയത് ദ്രുപദ രാജ്യത്തേക്കാണ്. ദ്രുപദനുമായിട്ട് ഭയങ്കരമായിട്ടുള്ള യുദ്ധം ചെയ്തു. ദ്രുപദനെ യുദ്ധത്തിൽ കർണൻ പരാജയപ്പെടുത്തി. അതിനുശേഷം നിർബന്ധപൂർവം വളരെയധികം സ്വർണവും വെള്ളിയും
ആഭരണങ്ങളുമൊക്കെ ദ്രുപദത്തിന്റെ അടുത്തു നിന്ന് കപ്പമായി വാങ്ങി. അതിനുശേഷം ദ്രുപദന്റെ അധീനതയിലുള്ള എല്ലാ രാജാക്കന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും അവരിൽ നിന്നെല്ലാം കപ്പം വാങ്ങുകയും ചെയ്തു. അതിനുശേഷം കർണൻ വടക്കോട്ട് യാത്രയായി. അവിടെ ഹിമാലയത്തിൽ എത്തിച്ചേർന്ന് ഹിമാലയ സാനികളിലുള്ള എല്ലാ രാജാക്കന്മാരെയും കർണൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരിൽ നിന്നെല്ലാം കപ്പം വാങ്ങി. നേപ്പാളത്തിലെ രാജാവിനെ തോൽപ്പിച്ചതിന് ശേഷം കർണൻ മലയിറങ്ങി കിഴക്കോട്ട് യാത്രയായി. കിഴക്ക് ദിക്കിലേക്ക് യാത്രയായിട്ടുള്ള കർണൻ അവിടെയുള്ള രാജ്യങ്ങളായ അംഗം, വംഗം, കലിംഗം, ശുണ്ഡികം, മിഥില, മാഗധം, കർക്കഖണ്ഡം, ആവശീരം, അയോധ്യ, അഹിക്ഷേത്രം മുതലായ രാജ്യങ്ങളെല്ലാം കർണന് മുമ്പിൽ കീഴടങ്ങി. അവരെല്ലാം കർണന് കപ്പം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ആ സൂതപുത്രൻ കോസലം, വത്സഭൂമി, മൂർത്തികാവതി എന്നീ രാജ്യങ്ങൾ കീഴടക്കി അവിടെയുള്ള രാജാക്കന്മാരെയൊക്കെ തോപ്പിച്ച് അവരിൽ നിന്നും കപ്പം വാങ്ങി. അതിനുശേഷം രാധേയൻ തെക്ക് ദിക്കിലേക്ക് യാത്രയായി. അവിടെയുള്ള പല രാജാക്കന്മാരെയും തോൽപ്പിച്ചതിന് ശേഷം രുക്മിയോട് എതിർത്തു. രുക്മി കുറെ നേരം കർണനുമായിട്ട് യുദ്ധം ചെയ്തതിന് ശേഷം തന്റെ തോൽവി കർണനെ അറിയിച്ചു. അതിനുശേഷം കർണനെ സ്വീകരിച്ച് അടുത്തു നിർത്തിയതിന് ശേഷം പറഞ്ഞു, നിന്റെ വീര്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിന്നോട് യുദ്ധം ചെയ്തത്. ഞാൻ ധാരാളം സ്വർണം ഭവാൻ വേണ്ടിയിട്ട് കപ്പം തരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഭവാൻ അതെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ചാൽ. കർണൻ രുക്മിയോടൊപ്പം അതിനുശേഷം രുക്മിയും കൂടി കർണനോടൊപ്പം ആ ദിഗ്വിജയത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചു. രുക്മിയോടൊപ്പം തെക്കോട്ട് വീട്ടും പോയി അവര് ശ്രീശൈലൻ, കേരളൻ, നീലൻ, വേണു എന്നീ പേരിലുള്ള രാജാക്കന്മാരെ എല്ലാവരെയും തോപ്പിച്ച് അവരിൽ നിന്നെല്ലാം കപ്പം വാങ്ങി. ശിശുപാലപുത്രന്റെ സുഹൃത്തുക്കളായിട്ടുള്ള രാജാക്കന്മാരുടെ കയ്യിൽ നിന്നൊക്കെ സാമം കൊണ്ട്, അതായത് സമാധാനം കൊണ്ട് തന്നെ അവരെല്ലാവരും കർണന് വേണ്ടിയിട്ട് കീഴടങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായി. അവർക്കെല്ലാം യുദ്ധമില്ലാതെ തന്നെ അവർ കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ടും തയ്യാറായി. ഇനി രുക്മിയോടൊപ്പം അതിനുശേഷം കർണൻ പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്രയായി. അവിടെ എത്തിയതിനു ശേഷം യവനന്മാർ, ബർബരന്മാർ എന്നീ ശക്തരായിട്ടുള്ള രാജ്യങ്ങളെ എല്ലാവരെയും യുദ്ധം ചെയ്ത് നിശേഷം തോൽപ്പിച്ചു. അവരിൽ നിന്നെല്ലാം കർണൻ കപ്പം വാങ്ങി. അങ്ങനെ നാല് ദിക്കിലുമുള്ള രാജ്യങ്ങൾ മുഴുവനും കർണന്റെ അധീനതയിലായി മാറി. മ്ലേച്ഛന്മാർ, വനവാസികൾ, പർവ്വതവാസികൾ, രോഹിതന്മാർ, ആഗ്നേയന്മാർ, ഭദ്രന്മാർ, മാളവന്മാർ എന്നീ ഗോത്രങ്ങളും കർണന്റെ മുമ്പിൽ കീഴടങ്ങി കർണന് കപ്പം കൊടുത്തു. കപ്പമായി കിട്ടിയ വലിയ ധനത്തോടു കൂടിയിട്ട് കർണൻ ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചു വന്നു. ദിഗ്വിജയം കഴിഞ്ഞിട്ട് കർണൻ തിരിച്ച് ഹസ്തിനാപുരിയിൽ എത്തിയതറിഞ്ഞ് ദുര്യോധനൻ തന്റെ സഹോദരങ്ങളോടും ബന്ധുജനങ്ങളോടും ചെന്നിട്ട് കർണനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ച് ആശ്ലേഷിച്ചു. അതിനുശേഷം ദുര്യോധനൻ കർണനോട് പറയാൻ തുടങ്ങി, ഭീഷ്മർക്കോ കൃപർക്കോ ദ്രോണർക്കോ ബാൽഹീകനോ ഒന്നും സാധിക്കാൻ പറ്റാത്ത ഒരു വീരകൃത്യമാണ് നീ ചെയ്തിരിക്കുന്നത്. നീ പാണ്ഡവർക്കൊപ്പം ധീരനാണെന്നുള്ള കാര്യം ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് സന്തോഷമായി കർണ. ഇനി പാണ്ഡവരെ തോൽപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ധൈര്യമായി. നീ ഇപ്പോൾ ഒരു കാര്യം, നീ അന്തഃപുരത്തിലേക്ക് ചെല്ലു. എന്നിട്ട് അമ്മയായിട്ടുള്ള ഗാന്ധാരിയും അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രരെയും കണ്ടിട്ട് നീ തന്നെ ഈ വാർത്തയൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്തുനിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുക. ഇത് കേട്ടിട്ട് കർണൻ അന്തഃപുരത്തിലേക്ക് ചെന്നിട്ട് ധൃതരാഷ്ട്രരുടെ കാലില് ഒരു പുത്രനെ പോലെ വീണ് നമസ്കരിച്ചു. ധൃതരാഷ്ട്രര് കർണന്റെ വര പറഞ്ഞിട്ട് അവനെ പുത്രനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിച്ചു. ഗാന്ധാരിയും കർണനെ അനുഗ്രഹിച്ചു. ഈ സമയത്ത് ഇനി നമുക്ക് പാണ്ഡവരെ ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ശകുനി മനസ്സിൽ വിചാരിച്ചു. കാരണം പാണ്ഡവർ ചെയ്ത അതേ ധീരപ്രവൃത്തി തന്നെയാണ് കർണൻ ഒറ്റയ്ക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കർണൻ ഉള്ളത് കൊണ്ട് പാണ്ഡവരെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ള ഒരു ബുദ്ധിയാണ് ശകുനിക്ക് തോന്നിയത്. പക്ഷെ അവിടെ പ്രജകളുടെ ഒരു പ്രതികരണം സമ്മിശ്രമായിരുന്നു. ചിലര് കർണനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. ചിലര് കർണനെ അതിഭയങ്കരമായിട്ട് ആക്ഷേപിക്കുകയും ചെയ്തു. ചില രാജാക്കന്മാര് ഒന്നിലും പെടാതെ അവർ മൗനത്തോടു കൂടിയിട്ടിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.